ഹലോ എവരി വൺ. നമ്മൾ USS എക്സാം ഹാളിൽ പോയി ഇരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസ് ബാക്കി സ്റ്റുഡൻസിനേക്കാളും എങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള കുറേ ട്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പല വീഡിയോസിലായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സ്ക്വയറും സ്ക്വയർ റൂട്ടൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്, പക്ഷേ നിങ്ങൾക്ക് കാൽക്കുലേഷൻസിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 64 into 25 into 100. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 64 into 25 into 100. നമ്മളൊരു ക്വസ്റ്റ്യൻ USS എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് വന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 64 into 25 ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൂടെ വീണ്ടും 100 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അതിന് സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുത്തിട്ട് ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്യും. അത് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾക്ക് എത്ര ടൈം പോവും? നിങ്ങൾ ആദ്യം 64 into 25 മൾട്ടിപ്ലൈ ചെയ്യണ്ടേ അല്ലേ? 64 into 25 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ 100 വെച്ചിട്ട് നോക്കാൻ പറ്റുക, എന്നിട്ടല്ലേ ആ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ പറ്റുക. അപ്പോഴേക്കും അതൊരു വലിയൊരു വാല്യൂ ആയിട്ടുണ്ടാകും. ഒരിക്കലും അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓടി ചെന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലൊന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രോപ്പർട്ടി അറിയുമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് എല്ലാവരും തമ്മിൽ മൾട്ടിപ്ലിക്കേഷനല്ലേ ഉള്ളൂ, അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും ഇല്ലല്ലോ, മൾട്ടിപ്ലിക്കേഷൻ മാത്രം. സോ എനിക്ക് ഇയാളെ ഇങ്ങനെ മാറ്റാൻ പറ്റും. ഈ 64 into 25 into 100 എന്നിങ്ങനെയല്ലേ ഉള്ളത്. ഞാൻ ആ സ്ക്വയർ റൂട്ടിനെ, ആ കംപ്ലീറ്റ് സ്ക്വയർ റൂട്ടിന് പകരം ഓരോരുത്തർക്കും അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തു. ഇത് ഓരോരുത്തരുടെയും വാല്യൂസ് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണെന്ന് നിങ്ങൾക്ക് അറിയാം, 25ൻ്റെ 5 ആണെന്ന് നിങ്ങൾക്ക് അറിയാം, 100ൻ്റെ 10 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ സിമ്പിൾ അല്ല. 8 into 5 40 into 100 400. സോ ദാറ്റ്സ് ദ ആൻസർ 400. ഇത് നിങ്ങൾ ഇത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയം പോലും നിങ്ങൾക്ക് ഇത് ആൻസറിലോട്ട് എത്താൻ വേണ്ടി വരില്ല അല്ലേ. നിങ്ങൾക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എടുക്കുന്ന സമയം പോലും ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ്റെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ആൻസറിലോട്ട് എത്താൻ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ അടിച്ചൊക്കെ ഈ ഒരു ഐഡിയ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വേറെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്വയർ റൂട്ട് ഓഫ് 121 divided by 64. 121 divided by 64. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം 121/64 ചെയ്ത് കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിന് നിങ്ങൾ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ നമ്പറാണ് കിട്ടുക. ഓക്കെ, പോയിൻ്റുള്ള നമ്പറാണ് കിട്ടുക. ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് പിന്നെ ഇരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസി ആണോ? അല്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഐഡിയ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ആകെ അതിൻ്റെ അകത്തുള്ള ഡിവിഷൻ മാത്രമല്ലേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും നിങ്ങൾക്ക് ആ സ്ക്വയർ റൂട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സോ ന്യൂമറേറ്റർ 121ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 11 ആണ്, 64 റൂട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. 11/8. ഈ 11/8നെ വേണമെങ്കിൽ ഇനി നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഡെസിമൽ നമ്പർ ആക്കാം. പക്ഷേ ഈ റൂട്ടിൻ്റെ അകത്തൊരു ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ളത് അത് ഈസിയുള്ള പണിയാണോ? അല്ല. പക്ഷേ ഇത് വെറുതെ ജസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് നമ്പർ മാത്രം കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ്സ് വെരി ഈസി. അപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിലോട്ട് വരണം. ബാക്കിയുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി അറിയാത്തതുകൊണ്ട് അവരെന്തായിരിക്കും ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയാതിരിക്കും. പക്ഷേ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ 64ഉം 121 കാണുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരണം അതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈസി മെത്തേഡാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് ആ ഒരു പ്രോസസ്സിലോട്ട് പോകണം എന്നുള്ളതാണ്. റെഡി? ഇനി ഇത് വേറെ രീതിയിൽ വന്നു വിചാരിക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 100 into 144/25 into 49. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് ആരൊക്കെയാ? മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ്സോ മൈനസോ ഒന്നും അതിൻ്റെ അകത്തില്ല. പ്ലസ്സോ മൈനസോ വരുന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല കേട്ടോ. പ്ലസ്സോ മൈനസോ വരാൻ പാടില്ല, മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും ഇട്ട് കൊടുക്കുക. 100ന് സ്ക്വയർ റൂട്ട് കൊടുക്കുക, ഇൻറ്റു 144 ഇട്ട് കൊടുക്കുക, ഡിവൈഡ് ബൈ 25 ഇട്ട് കൊടുക്കുക, ഇൻറ്റു 49 ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 100 10 ആണ്, ഇൻറ്റു 144ൻ്റെ സ്ക്വയർ റൂട്ട് 12 ആണ്, 25ൻ്റെത് 5 ആണ്, 49ൻ്റെത് 7 ആണ്. സോ 10 into 12 120/5 into 7 35. സിമ്പിളി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം, ഫൈനൽ ആൻസറിലോട്ടെത്തും അല്ലേ. അല്ലാതെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് ആ വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നുള്ളത് ദാറ്റ്സ് നോട്ട് ഈസി. കാരണം ഡെസിമൽ നമ്പർ ആയിരിക്കും മിക്കവാറും വരിക.
പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ഐഡിയാസ് അറിയുന്നവർക്ക് കാൽക്കുലേഷൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഭയങ്കര ടഫാണ് മാത്തമാറ്റിക്സ്, എന്തായാലും പഠിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ല. മറ്റു സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു ബുദ്ധിയുണ്ട് മാത്സ് പഠിക്കാൻ, പക്ഷേ എനിക്ക് ആ ബുദ്ധി ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ബുദ്ധിയല്ല ഉള്ളത്, അവർ ഇങ്ങനത്തെ ഐഡിയാസ് ഉപയോഗിക്കും. മാക്സിമം ഷോർട്ടായിട്ട് മൈൻഡ് കാൽക്കുലേഷൻസ് ചെയ്തിട്ട് ഏറ്റവും സ്റ്റെപ്പ് കുറച്ചിട്ട് അവർ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആൻസറിലോട് എത്തും. നമുക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്കിത് അറിയാത്തതുകൊണ്ടാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്താണ്, ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനത്തെ കാര്യങ്ങൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നമുക്കൊരു USS എക്സാമിന് വേണ്ടി മാത്രമൊന്നല്ല. USS കഴിഞ്ഞിട്ട് NMMS ഉണ്ട്, നിങ്ങളുടെ മറ്റ് പബ്ലിക് എക്സാമുകളുണ്ട്, കോമ്പറ്റീവ് എക്സാം ഉണ്ട്, എൻട്രൻസ് എക്സാം ഉണ്ട്, ഇതെല്ലാത്തിലും ഇത് വേണ്ടതാണ്. എനി എക്സാം നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എഴുതാൻ പോകുന്ന ഏതൊരു എക്സാമിലും ഈ ഐഡിയാസ് നിങ്ങൾക്ക് വേണ്ടി വരും. ഇതില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ കോൺസെപ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രിക്കും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു USS കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.